കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതലുണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പേരുകളാണ്. ഒന്നുണ്ടെങ്കിൽ രേണു സുധി, അതോടെ തന്നെ കിച്ചു സുധിയുടേത്. കാരണം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആദ്യമേ ഉണ്ടെങ്കിൽ ഇതിന് തുടക്കം ഇട്ടത് കിച്ചു തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്തുണ്ട് ഇപ്പോൾ രേണുവിനുടെ അസുഖമായിരിക്കുന്ന സമയമാണ്. ഒരുപാട് പേര് ഇത് കണക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ എല്ലാവരും ചോദിച്ച മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കിച്ചു ഉണ്ടെങ്കിൽ രേണുവിനെ ചെന്ന് കാണാത്തതെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര കൂട്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുമായിരുന്നു. പണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഇത് കണക്ക് ചെയ്യുന്നതിന് മുമ്പ് രേണു സുധി ഉണ്ടെങ്കിൽ ആദ്യമേ കിച്ചുവിൻ്റെ അടുത്ത് ചോദിക്കുമെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഇവർ അടിയാവുന്നത്. പിന്നെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരമോ കാര്യങ്ങളോ ഇല്ല. ഓരോരോ തുറന്നു കുറച്ചിലും കാര്യങ്ങളുമായിട്ടുണ്ടെങ്കിൽ കിച്ചു രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. തൻ്റെ ജീവിതം ഭയങ്കര കഷ്ടമായിരുന്നു. ചെറുപ്പത്തിലുണ്ടെങ്കിൽ താൻ ഒരുപാട് ട്രോമ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് രേണുവും കിച്ചുവും തമ്മിൽ വലിയ സംസാരമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പല കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കുണ്ടെങ്കിൽ രേണുവിൻ്റെ അടുത്ത് ചോദിക്കുകയോ ഒന്നും ചെയ്യത്തൊന്നുമില്ലായിരുന്നു. എന്തായിരുന്നാലും ശരി, അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ മൊത്തത്തിൽ അടിച്ചു പിരിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് ഉറപ്പായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം രേണു സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കിച്ചുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കിച്ചു ഉണ്ടെങ്കിൽ ആ സമയത്ത് പ്രത്യേകിച്ചൊന്നും പറയാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇതേ കണക്ക് അസുഖം എന്നുള്ള രീതി വന്നത്. ആദ്യമേ ഉണ്ടെങ്കിൽ ആൾക്കാർ ഇത് വിശ്വസിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വെളിയിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് രേണു സുധിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോൾ ആരും ആദ്യമേ വിശ്വസിച്ചില്ല. പക്ഷേ പിന്നെ കഴിഞ്ഞപ്പോൾ അത് സത്യം എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് സഹായിക്കുന്നുണ്ടായിരുന്നു. സഹായമൊക്കെ ഉണ്ടെങ്കിൽ ഏസിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കിച്ചു വരാത്തതെന്നുള്ള രീതിയിൽ ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ കിച്ചു ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇത് കണക്ക് ഞാനുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ തനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് രേണുവിനെ പോയി കാണാത്തതെന്നുള്ള രീതിയിലൊക്കെ അവരുടെ വിഷമം മാറ്റി കൊടുക്കാൻ ഞാനുണ്ടെങ്കിൽ മെസ്സേജ് ഇടാന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു, പോയി കാണാമെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു കിച്ചു ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ട് എന്തുകൊണ്ട് കിച്ചു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ നോക്കി കഴിഞ്ഞാൽ കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് ഒരുപാട് ട്രോമ കാര്യങ്ങളുണ്ട്, അതൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രേണു കാരണമെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് വരുത്തി തീർക്കുക അതുപോലെ തന്നെ കിച്ചുവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്, പോയി കാണത്തില്ല എന്നുള്ള രീതിയിൽ. എന്നാലും ശരി, അത് അത്ര ശരിയാണെന്ന് ചോദിച്ചാൽ അതല്ല. കാരണം അവർക്ക് ഇത്രയും നാൾ അവരെന്തായിരുന്നാലും ശരി അവനെ നോക്കിയതാണ്. എന്തായിരുന്നാലും പോയി കാണേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട്, ഇല്ലെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതിനെ തുടർന്നുണ്ടെങ്കിൽ പോയി കാണാമെന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വീഡിയോ വെളിയിൽ വന്നതിന് ശേഷം കൊണ്ട് ഒരുപാട് പേര് കിച്ചുവിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന, ഒരു നന്ദി വേണ്ടെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നന്ദിയുടെ കാര്യമൊന്നും പ്രത്യേകിച്ചില്ല. എന്തായിരുന്നാലും ശരി, കൊല്ലം സുധി തന്നെയാണ് ഇവനെ നോക്കിയിട്ടുള്ളത്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ 2 വർഷമായുള്ളൂ, 2-3 വർഷമായിട്ടുള്ളൂ കൊല്ലം സുധി ഉണ്ടെങ്കിൽ മരണപ്പെട്ടിട്ട്. അതിന് മുമ്പ് വരെയുണ്ടെങ്കിൽ കൊല്ലം സുധി തന്നെയാണ് കിച്ചുവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അങ്ങനെ നന്ദിയുടെ കാര്യം അങ്ങനെയൊന്നുമില്ല. ഇവർക്കും ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. നമുക്കിപ്പോൾ മൊത്തത്തിൽ എന്തോ കാര്യമൊന്നും അറിയത്തില്ല. അവരുടെ ഫാമിലി ഇഷ്യൂസിൽ കുറച്ച് വിഷയങ്ങൾ മാത്രമേ നമുക്ക് അറിഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും വർക്കായിട്ടില്ല എന്നുള്ള രീതിയിൽ രേണു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പലവട്ടം രേണു ഉണ്ടെങ്കിൽ വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് തന്നെ കാണാൻ വന്നിട്ടുണ്ട്. പക്ഷേ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ കിച്ചു വന്നിട്ടില്ല. ഞാനുണ്ടെങ്കിൽ അവനെ 12-13 വയസ്സ് തൊട്ട് വളർത്താൻ തുടങ്ങിയതാണ്. ഇത്രയും നാൾ ഞാൻ അവനെ വളർത്തിയിട്ടുണ്ട്, സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് നോക്കിയത്. അതുകൊണ്ട് എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ അവൻ എന്നെ വന്ന് കണ്ടില്ലെന്നുള്ള രീതിയിൽ ഭയങ്കര വിഷമിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഒരുപാട് പേര്, ഇപ്പോൾ നമ്മളൊക്കെ ഓരോരോ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതേ കണക്ക് തന്നെ ഒരുപാട് പേര് വന്നിട്ട് ഇതേ കണക്ക് പറയുന്നുണ്ട്, അവൻ ചെയ്തത് തെറ്റാന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, നീ അങ്ങനെ അവനോട് ചെയ്തോണ്ടല്ലയോ എന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ടെങ്കിൽ രേണുവിനെതിരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നേരത്തേനെ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ രേണു ഇപ്പോൾ ഒരു ഭയങ്കരമുള്ള അസുഖത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാനസികമായിട്ട് പ്രശ്നങ്ങൾ വരുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ട് മാക്സിമം ഹേറ്റ് ആയിട്ടുള്ള കമൻസോ കാര്യങ്ങളോ ഒന്നും ഇട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ഇത് കണക്ക് മാക്സിമം കുറച്ച് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉണ്ടെങ്കിൽ കിച്ചു പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് രേണു ഉണ്ടെങ്കിൽ പറയുന്നത് എല്ലാം കള്ളമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നം തുടങ്ങാൻ മെയിൻ കാരണം രേണു തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു.
അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഞാനുണ്ടെങ്കിൽ പലവട്ടം രേണുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യമൊന്നും വേണ്ട, ഈ സബ്സ്ക്രിപ്ഷനൊന്നും വേണ്ട, ഇതിൽ നിന്ന് പൈസയൊന്നും വേണ്ടെന്നുള്ള രീതിയിൽ ഞാനുണ്ടെങ്കിൽ രേണുവിൻ്റെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ രേണു ഉണ്ടെങ്കിൽ അതൊന്നും കേട്ടില്ല, ഇതൊക്കെ കുഴപ്പമില്ലെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്കത് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നി. അതോടെ തന്നെ ഹൃദയപ്പൻ അവൻ വളർന്നു വരികയാണ്, അവനും പ്രശ്നമാവും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് സത്യമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞുള്ളൊരു കാര്യമാണ്. ഇത് കണക്ക് സബ്സ്ക്രിപ്ഷനും കാര്യം സാധാരണ രീതിയിൽ എന്തെങ്കിലും ബിസിനസ് അല്ലാതെ രീതിയിൽ എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതേണതുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത് മക്കളെ ബാധിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തെ ബാധിക്കുന്നതായിരിക്കും. അങ്ങനത്തുള്ള പല പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് നോർമലായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. എന്തായിരുന്നാലും ശരി, അതുകൊണ്ട് താനുണ്ടെങ്കിൽ പലവട്ടം ഇതാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേണുസുതി അത് കേട്ടില്ല, തൻ്റെ ഇഷ്ടത്തിനെ ചെയ്യുമെന്നുള്ള രീതിയിൽ തനിക്ക് മറുപടി തന്നെന്നുള്ള രീതിയിലായിരുന്നു കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് ഞാൻ മിണ്ടത്തില്ലെന്നുള്ള രീതിയിൽ കിച്ചുവും പറയുന്നുണ്ട്. സോ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിച്ചുവിൻ്റെ അടുത്ത് ഈ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യമൊക്കെ ഒരുപാട് ഓൺലൈൻ മീഡിയക്കാരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ രേണുവിനെ കുറിച്ചോ അതോടെ തന്നെ ഈ സബ്സ്ക്രിപ്ഷനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും ഉണ്ടെങ്കിൽ കിച്ചു സംസാരിക്കാൻ തയ്യാറല്ലായിരുന്നു. നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഉണ്ടെങ്കിൽ രേണുവിന് മറുപടി എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇടാൻ തുടങ്ങിയത്. ഇതൊക്കെ അവൻ പറയുന്നത് കള്ളമാണ്, അവനുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പോകുന്നുണ്ട്, അതിൽ നിന്ന് പൈസ കിട്ടും എന്നുള്ള രീതിയിലൊക്കെ. ആ സമയത്തുണ്ടെങ്കിൽ അവൻ നല്ലതാണെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്നുണ്ടെങ്കിൽ അവ അത് മാറ്റി കളഞ്ഞു എന്നുള്ള രീതിയിൽ രേണു പറഞ്ഞതിനുള്ള കുറച്ച് തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂസ് ഇപ്പോൾ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. രേണുസുതി ഉണ്ടെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള രീതിയിൽ. അത് കൂട്ടുകാരൻ തന്നെയാണ്, രേണുവിൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് ഇതുണ്ടെങ്കിൽ മീഡിയയിൽ ഇതാണൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇതുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് സംസാരവും കാര്യങ്ങൾ, കാരണം എന്ന് പറഞ്ഞാൽ കിച്ചു കാരണമാണ് ഇങ്ങനത്തെ ഉള്ളൊരു അവസ്ഥ വന്നതെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് തന്നെ അറിയാം, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ നാട്ടിലുണ്ടെങ്കിൽ സിമ്പതി എന്ന് പറയുന്നത് ഭയങ്കര വലുതൊരു കാര്യം തന്നെയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ പിന്നെ ആൾക്കാർ വന്നിട്ട് അവർ നേരത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതൊന്നും നോക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള രീതിയിൽ മനുഷ്യനോട് ഈ സിമ്പതി വന്നിട്ട് അവർ നേരത്തെ ചെയ്ത കാര്യങ്ങളെല്ലാം മറക്കുകയോ അല്ലെങ്കിൽ ഇത് കണക്ക് അവരോട് പിന്നെ വലിയ വൈരാഗ്യ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അതിന് പകരം ഉണ്ടെങ്കിൽ ഇത് കാരണക്കാരാരാണോ അവരോട് ഭയങ്കരമായിട്ട് നെഗറ്റീവുള്ള കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കിച്ചുവിനെതിരെ ഒരുപാട് പേര് സംസാരിക്കാൻ തുടങ്ങി. ഈ ചെറുക്കൻ കാരണം ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് രംഗത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒഫീഷ്യലി ഒന്നും കൺഫേം ആയിട്ടില്ല. രേണുവിൻ്റെ കുടുംബ ആൾക്കാർ ഒന്നും ഇത് കണക്കത്തുള്ള കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഒരു കൂട്ടുകാരൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ അത് വിശ്വസിച്ചുകൊണ്ട് ഇതിനകത്തുള്ള ഓരോരോ സംസാരങ്ങളും കാര്യങ്ങളും ആയിട്ടുണ്ടായിരുന്നു. കാരണം അതിനകത്ത് അവൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമൊന്നും ഇതണക്ക് രാവിലെ എണീച്ച് രേണു ഉണ്ടെങ്കിൽ ഇതണക്ക് ആത്മഹത്യയിൽ ശ്രമിച്ചു, സഹോദരനാണ് വന്ന് രക്ഷിച്ചത്, അതിനുശേഷം ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു, അങ്ങനെ എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത് കള്ളമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടെങ്കിൽ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല. അതൊക്കെ ചുമ്മാതെ പറയുന്ന ഒരു കാര്യമാണ്. രേണു ഉണ്ടെങ്കിൽ ഒരു ആത്മഹത്യക്കോ കാര്യങ്ങൾക്കോ ഒന്നും ശ്രമിച്ചിട്ടില്ല, അതൊക്കെ ചുമ്മാതാണ്. ഒരു ചിലവരുണ്ട് ഇതാണ് പബ്ലിസിറ്റിക്ക് അതോടെ തന്നെ വീഡിയോയ്ക്ക് നല്ല ഹൈപ്പ് കിട്ടാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ അടിച്ചു വിടുന്നതാണ്. അതേ കണക്ക് മാത്രമേ ഉള്ളൂ, അതല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ രേണുവിൻ്റെ കൂടെ ഒരുപാട് പേരുണ്ട്, അവരാണ് ഇതേ കണക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കിച്ചുവിനെതിരെ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കെതിരെ ഇതേ കണക്ക് ഓരോരോ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അത് അവസാനം വന്ന് വീഴുന്നത് ഈ രേണുസുതിയുടെ തലയിൽ തന്നെ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ രേണു ഉണ്ടെങ്കിൽ സാധാ രീതിയിൽ തന്നെ എന്തെങ്കിലും ചെയ്താൽ തന്നെ അവർക്ക് നെഗറ്റീവുള്ള കമൻസും കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ തന്നെ ഇതേണത്തുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള ഏറ്റവും കൂടാനുള്ള ഒരു സാധ്യതയാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ ഇതേണത്തുള്ള സംഭവം വീഡിയോ വെളിയിൽ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാര്യങ്ങളും ഇതുവരെ വന്നിട്ടില്ല. കാരണം ഇത് കള്ളമാണ് അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് വീഡിയോ ഒന്നും കാര്യം വന്നിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണെങ്കിൽ കിച്ചുവിനെ ഉണ്ടെങ്കിൽ അവരുടെ മുന്നിലോട്ട് ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലെ ആൾക്കാരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ അവൻ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വലിയ പയ്യനോ അല്ലെങ്കിൽ ഭയങ്കര മാനസിക ബലമുള്ളൊരു പയ്യനോ ഒന്നും അല്ല. ഇപ്പോഴും ചെറിയ പയ്യൻ തന്നെയാണ്. ഇപ്പോൾ 20-21 വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഭയങ്കര വലിയൊരു മെച്യൂരിറ്റിയിലോ അല്ലെങ്കിൽ എന്തും തരണം ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലുള്ളതൊന്നും പ്രായം എത്തിയിട്ടൊന്നുമില്ല. ഇപ്പോൾ തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരു പയ്യനുണ്ടെങ്കിൽ ഇതേക്കത്തുള്ള കാര്യങ്ങളിൽ ഇത് സത്യം പോലും അല്ല. രേണുവിൻ്റെ ഭാഗത്തുനിന്ന് വേണോ ഇതേക്കത്തുള്ള ന്യൂസ് വന്നപ്പോഴത്തേക്ക് പറയാം അങ്ങനത്തുള്ള കാര്യമൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയാവുന്നതാണ്. പക്ഷേ രേണുവിൻ്റെ ഭാഗത്തുനിന്നോ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും വന്നിട്ടില്ല. ഇതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ മുന്നിലേക്കുണ്ടെങ്കിൽ ആ പയ്യനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്.
നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവന് ഒരുപാട് പ്രശ്നമുണ്ടെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും കൂടെ ആവും. പിന്നെ ഇത് മാത്രമല്ലാതെ രേണു ഇപ്പോൾ 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടെങ്കിൽ കിച്ചുവിനെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്തും പറയുന്നത്. നീ ഉണ്ടെങ്കിൽ എനിക്കെതിരെ ഇത് കണക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതിനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്കറിയാം, നിന്നെക്കുറിച്ച് ഇവിടുത്തെ സ്റ്റേഷനിലൊക്കെ വന്ന് അന്വേഷിച്ചാൽ മതി, നിന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടുമെന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ രേണുവും പറയുന്നുണ്ട്. എന്തായിരുന്നാലും കിച്ചും കുറച്ച് അധികമായിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അവനെ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഭയങ്കരമായിട്ട് ഇട്ട് കൊടുത്ത് അവനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ച് ഒരു ട്രോമയിലൂടെ കൊണ്ടുപോകുന്നത് ഏറ്റവും കൂടുതൽ അത്ര നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പം പോലും നോക്കിക്കഴിഞ്ഞാൽ ഇത് കണക്കുണ്ടെങ്കിൽ കിച്ചുവിനെ സോഷ്യൽ മീഡിയയിലേക്ക് ഭയങ്കരമായിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് ഇല്ലാത്ത ഒരു ന്യൂസ് വന്നിട്ട് പോലും കൊണ്ട് തന്നെ ഒരു പ്രതികരിച്ച് ആരും രംഗത്ത് വന്നിട്ടില്ല. പ്രത്യേകിച്ചുണ്ടെങ്കിൽ രേണുവായിരുന്നു പ്രതികരിക്കേണ്ടത്. അങ്ങനത്തെ ഉള്ള ഒന്നുമില്ല, ഇതൊക്കെ കള്ളം എന്നുള്ള രീതിയിൽ. പക്ഷെ അതൊന്നും പ്രതികരിക്കാതെ രേണു ഉണ്ടെങ്കിൽ സൈലൻ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത്ര നല്ല കാര്യമല്ല അത്.